എയിംസ് ആലപ്പുഴയിൽ കൊണ്ടുവരുമെന്ന സുരേഷ് ഗോപിയുടെ അവകാശവാദത്തെ ചൊല്ലി ബിജെപിയിൽ തർക്കം. തനിക്ക് ഒറ്റ നിലപാടെന്ന് സുരേഷ് ഗോപി പറയുന്നു. എന്നാൽ എയിംസിൽ ബിജെപി സംസ്ഥാന ഘടകത്തിന്റെ അഭിപ്രായമല്ല പുറത്തുവരുന്നതെന്നായിരുന്നു വി മുരളീധരന്റെ പ്രതികരണം. നേതാക്കൾ പറയുന്നത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നും വി മുരളീധരൻ പറഞ്ഞു. ഈ എയിംസ് എവിടെ വേണം എന്ന് കേന്ദ്ര ഗവൺമെന്റ് ബിജെപിയോട് ഇതുവരെ ചോദിച്ചിട്ടില്ല. കാരണം ബിജെപി രാഷ്ട്രീയമായിട്ട് എടുക്കേണ്ട തീരുമാനമല്ല. ഈ തീരുമാനം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടിയാണ് എടുക്കേണ്ടത്. സംസ്ഥാന ഘടകത്തിന്റെ അഭിപ്രായമല്ല, എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ പറയും. വിജിൻ വായന്തോട് ചേരുന്നുണ്ട്. വിജിൻ, ബിജെപിക്കുള്ളിൽ പുകയുന്നു മറ്റൊരു പ്രശ്നം കൂടി. പല വിഷയങ്ങളിലും ഇതേ അഭിപ്രായ വ്യത്യാസം തന്നെയാണ് ആ പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ളത്, പ്രത്യേകിച്ച് സുരേഷ് ഗോപി ഇടപെടുന്ന കാര്യങ്ങളിലൊക്കെ. അപ്പോൾ ഈ എയിംസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എന്താണ് ബിജെപിയിൽ പുകയുന്നത്? തന്നെ കാലങ്ങളായുള്ള കേരളത്തിന്റെ ആവശ്യമാണ് എയിംസ് കൊണ്ടുവരണം എന്നുള്ളത്. അത് UPA സർക്കാരിന്റെ കാലത്തായാലും ഒപ്പം തന്നെ കഴിഞ്ഞ കുറെ കാലമായി 10 വർഷത്തോളം കാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന NDA സർക്കാരിന്റെ കാലത്തുമൊക്കെ നിരന്തരമായി സംസ്ഥാന സർക്കാർ ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് കിനാലൂരിൽ സമരം ഏറ്റെടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ അത് എയിംസ് എത്തിയാൽ അവിടെ ആകാം എന്നുള്ള അഭിപ്രായം സർക്കാർ തന്നെ മുന്നോട്ട് വെക്കുകയും ചെയ്തു. പക്ഷേ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി മത്സരിക്കുന്ന ഘട്ടം മുതലാണ് ആ സ്ഥലം പോരാ, കിനാലൂരിൽ പാടില്ല എന്നുള്ള നിലപാട് സുരേഷ് ഗോപി സ്വീകരിക്കുന്നത്. ഒപ്പം തന്നെ സുരേഷ് ഗോപി അതിനൊരു അഭിപ്രായമായി തന്റെ അഭിപ്രായം ആലപ്പുഴയിലാണ് എയിംസ് കൊണ്ടുവരേണ്ടത് എന്നുൾപ്പെടെയുള്ള അഭിപ്രായവുമായി രംഗത്തെത്തി. പക്ഷേ ആ ഘട്ടത്തിലൊന്നും BJP ഇക്കാര്യത്തിൽ എയിംസ് സർക്കാർ അനുവദിക്കും എന്ന് പറയുന്നതില്ലാതെ കേരളത്തിന് ലഭ്യമാകുമോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. കേന്ദ്ര സർക്കാരും അത്തരത്തിലുള്ള ഉറപ്പും കേരളത്തിന് നൽകുകയും ചെയ്തിട്ടില്ല. അതിനിടയിലാണ് ഇപ്പോൾ ഈ ആലപ്പുഴയിൽ എയിംസ് കൊണ്ടുവരണം എന്നുള്ള സുരേഷ് ഗോപിയുടെ നിരന്തരമായ ആവശ്യവും അത്തരം പ്രസ്താവനകൾ സുരേഷ് ഗോപി സ്വന്തമായി നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഒരു ബജറ്റിലും പക്ഷേ അത്തരത്തിൽ എയിംസ് കേരളത്തിന് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനവും വരികയും ചെയ്തിട്ടില്ല. അതിനിടയിലാണ് ഇപ്പോൾ BJPയിൽ തന്നെ കാര്യങ്ങൾ വലിയ തരത്തിലുള്ള പൊട്ടിത്തെറിയിലേക്ക് കടക്കുന്നത്. നമുക്കറിയാം, സുരേഷ് ഗോപി സ്വന്തം നിലക്കാണ്, BJP MP ആണെങ്കിലും സ്വന്തം നിലക്കാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ പോലും BJP നേതൃത്വവുമായി ഒന്നും ആലോചിക്കാതെ മുന്നോട്ട് പോകുന്ന നിലപാടാണ് സുരേഷ് ഗോപി കഴിഞ്ഞ കുറെ കാലങ്ങളായി സ്വീകരിക്കുകയും ചെയ്യുന്നത്. അതിനിടയിലാണ് ഇങ്ങനെ ആലപ്പുഴയിലേക്ക് എയിംസ് കൊണ്ടുവരുന്നതിൽ തങ്ങൾക്ക് യോജിപ്പില്ല എന്നുള്ള BJP സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് BJP ജനറൽ സെക്രട്ടറിമാർ തന്നെ കേന്ദ്ര സർക്കാരിനെയും ഒപ്പം തന്നെ കേന്ദ്ര നേതൃത്വത്തെയും അറിയിച്ചിട്ടുള്ളത്. ആലപ്പുഴയിൽ കൊണ്ടുവരിക എന്നുള്ളത് പ്രായോഗികമല്ല എന്നുള്ള നിർദ്ദേശം എന്നുള്ള അഭിപ്രായം അവർ അറിയിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്ന വാർത്ത. അതിനിടയിലാണ് സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ തന്റെ അഭിപ്രായം സുവ്യക്തമാണെന്നും ആലപ്പുഴയിൽ തന്നെ എയിംസ് കൊണ്ടുവരണമെന്നുള്ള അഭിപ്രായമാണ് തനിക്കുള്ളത് എന്നുമുള്ള നിലപാട് വീണ്ടും ആവർത്തിച്ചത്. അതിനെ ചോദ്യം ചെയ്താണ് കേന്ദ്ര നിർവാഹക സമിതി അംഗം കൂടിയായ വി മുരളീധരൻ രംഗത്തെത്തിയത്. ഒരു തരത്തിലും BJPയോട് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരോ BJP കേന്ദ്ര നേതൃത്വമോ അഭിപ്രായം ചോദിച്ചിട്ടില്ല. ആലപ്പുഴയിലാണോ മറ്റെവിടത്തേക്കാണോ വരേണ്ടതെന്ന കാര്യത്തിൽ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വി മുരളീധരൻ ഇപ്പോൾ സുരേഷ് ഗോപിക്ക് മറുപടി നൽകുന്ന നിലയിൽ തന്നെയുള്ള ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നത്, മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കിയത്, തട്ടുപൊളിപ്പൻ അവകാശവാദങ്ങളാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ കാലമായി കേരളം ഔദ്യോഗികമായി തന്നെ കേന്ദ്ര സർക്കാരുകളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എയിംസ് യാഥാർത്ഥ്യമാക്കണം, കേരളത്തിലേക്ക് നൽകണം എന്നുള്ള കാര്യം. പക്ഷേ അതിലൊന്നും ഒരു നടപടിയും നിലവിൽ സ്വീകരിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ഇത്തരം ഒരു അവകാശവാദവുമായി എയിംസ് കൊണ്ടുവരും എന്നുള്ള അവകാശവാദവുമായാണ് സുരേഷ് ഗോപി നിലവിൽ രംഗത്തെത്തിയിരിക്കുന്നത്. പക്ഷേ BJP അതിനെ പൂർണ്ണമായും എതിർക്കുകയാണ്. കേരളത്തിലേക്ക് എയിംസ് എത്തുമോ എന്ന കാര്യത്തിൽ പോലും ഉറപ്പില്ല. ഇത് രണ്ട് കേന്ദ്ര സർക്കാരും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരും ചേർന്ന് തീരുമാനിച്ച് നടപ്പിലാക്കേണ്ടതാണ്. കേരളത്തിലേക്ക് എയിംസ് കൊണ്ടുവരണമോ വേണ്ടയോ എന്ന കാര്യം അതിൽ BJPയുടെ മറ്റ് അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അങ്ങനെ BJPയിലെ ഒരു പുതിയ പ്രശ്നമായി എയിംസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് അറിയാം, കഴിഞ്ഞ കുറേ കാലമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കലുങ്ക് സംവാദം ഉൾപ്പെടെ സുരേഷ് ഗോപി ഒരു ഭാഗത്ത് നടത്തുന്നു. അതിന് ബദലായി ഇപ്പോൾ സംസ്ഥാന നേതൃത്വം തന്നെ മറ്റൊരു സംവാദ പരിപാടികളും ഒപ്പം തന്നെ നിവേദനം സ്വീകരിക്കാനുള്ള പരിപാടിയും ഒക്കെയായി മുന്നോട്ട് പോകുന്നു. ആ ഘട്ടത്തിൽ തന്നെ രാജീവ് ചന്ദ്രശേഖരനോട് ഇക്കാര്യത്തിലുള്ള അഭിപ്രായം ചോദിച്ചിരുന്നു. സുരേഷ് ഗോപി മറ്റൊരു വഴിയിലൂടെ
റൂട്ടിലൂടെയാണോ യാത്ര ചെയ്യുന്നത്? BJP നേതൃത്വം പറയുന്ന റൂട്ടിലല്ലേ പോകുന്നതെന്ന്. പക്ഷേ അദ്ദേഹത്തിൻ്റെതായ നിലപാടാണ് എന്നുള്ള അഭിപ്രായമാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. നിവേദനം സ്വീകരിക്കാൻ BJP ജില്ലാ കമ്മിറ്റികളിൽ അവസരം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തത്. പക്ഷേ സുരേഷ് ഗോപി പല മിക്ക വിഷയങ്ങളും പോലെ തന്നെ എയിംസ് വിഷയത്തിലും BJPയും സുരേഷ് ഗോപിയും കേരള BJPയും സുരേഷ് ഗോപിയും തമ്മിൽ തർക്കം തുടരുകയാണ്. അത് വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു. വിജിൻ വായാന്തോടാണ് വിശദാംശങ്ങൾ നൽകിയത്.